ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സിഹിർ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ സിഹിർ നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ, ആ പ്രയാസം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോവാൻ എന്ത് ചെയ്യണമെന്നാണ് ഇന്ന് പറയുന്നത്. സിഹിർ ഏൽക്കാതിരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടുന്നതാണ്. അതിൻ്റെ കാർഡ് ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ കൊടുക്കുകയും ചെയ്യും. നിങ്ങളത് കേൾക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ സിഹിർ ഇല്ലാതെ രക്ഷപ്പെടാൻ കഴിയും. ഇനി അഥവാ സിഹിർ ഏറ്റാൽ, ഒരാൾ നമ്മെ നശിപ്പിക്കാൻ വേണ്ടി വല്ലതും ചെയ്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് അത്തരം പ്രയാസങ്ങൾ വന്നുപെട്ടാൽ അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അത് കുറഞ്ഞ സൂറത്തുകൾ ഓതി മന്ത്രിച്ച് വെള്ളം കുടിക്കുക എന്നതാണ്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതണം. ഓതുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ മുന്നിൽ എടുത്ത് വെക്കുക, ഒരു ഗ്ലാസ് വെള്ളം. എന്നിട്ട് അതിലേക്ക് 7 ഫാത്തിഹ ഓതി, ഓരോ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടും ഇഷ്ഫി എന്ന് പറഞ്ഞ് ആ വെള്ളത്തിലേക്ക് ഊതുക. അങ്ങനെ 7 ഫാത്തിഹ നമുക്ക് ഓതാം. അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസും 7 തവണ ഓതി, ഓരോ തവണ ഓതി കഴിഞ്ഞിട്ടും ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഊതുക. ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഊതേണ്ടത്. അതിനുശേഷം സൂറത്തുൽ ഫലഖ് 7 പ്രാവശ്യം നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ ഓതിയിട്ട് വെള്ളത്തിലേക്ക് ഊതുക. അതിനുശേഷം സൂറത്തുൻ നാസ് 7 പ്രാവശ്യം ഊതി ഇതേ പ്രകാരം തന്നെ വെള്ളത്തിലേക്ക് ഊതുക. ശേഷം ആയത്തുൽ കുർസിയും 7 പ്രാവശ്യം തന്നെയാണ് ഓതേണ്ടത്. അത് ഓതി ഓരോ പ്രാവശ്യം ഓതിയിട്ടും വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഊതണം. അതിനുശേഷം സൂറത്തുൽ ഹഷ്റിൻ്റെ അവസാന ഭാഗം ഉണ്ടല്ലോ, ലോ അൻസൽന ഹാദൽ ഖുർആൻ എന്ന് പറയുന്ന ഭാഗം, ആ ഭാഗവും 7 പ്രാവശ്യം തന്നെ ഓതിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഊതണം. അവസാനമായി സൂറത്തു സ്വാഫാത്ത്, പരിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായമാണ് സൂറത്തു സ്വാഫാത്ത്. അല്പം വലിയൊരു സൂറത്ത് തന്നെയാണ് സൂറത്തു സ്വാഫാത്ത്. ആ സൂറത്തു സ്വാഫാത്ത് 182 ആയത്തുകളുണ്ട്. ഈ സൂറത്തു സ്വാഫാത്ത് 7 പ്രാവശ്യം തന്നെയാണ് ഓതേണ്ടത്. അത് 7 പ്രാവശ്യം ഓതുമ്പോഴേക്ക് അല്പസമയം എടുക്കും. മാത്രമല്ല അക്ഷരശുദ്ധിയോടുകൂടി തന്നെ നമ്മൾ ഓതുകയും വേണം. നമുക്ക് ഓതാൻ അറിയില്ലെങ്കിൽ ഓതാൻ അറിയുന്ന ആരെക്കൊണ്ടെങ്കിലും ഇത് ഓതിപ്പിക്കണം. ഓതിപ്പിച്ചിട്ട് അതും ഈ വെള്ളത്തിൽ ഊതി മന്ത്രിച്ച് നമ്മൾ കുടിക്കണം. ഇതെല്ലാം കൂടി മന്ത്രിച്ച ഈ വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. ഒരു തവണ മന്ത്രിച്ചാൽ അത് രാവിലെയും കുടിക്കാം, വൈകുന്നേര സമയത്തും ഈ വെള്ളം തന്നെ കുടിക്കാം. ഇങ്ങനെ 7 ദിവസമാണ് ഏറ്റവും നല്ലത് നാം ചെയ്യുന്നത്. 2-3 പ്രാവശ്യം ആകുമ്പോഴേക്ക് തന്നെ പ്രയാസങ്ങൾ നമുക്ക് നീങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ 7 പ്രാവശ്യം ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും രക്ഷ നൽകുമാറാവട്ടെ. സിഹിർ പോലത്തെ, കണ്ണേറ് പോലത്തെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.